സമ്പന്നനാകാൻ ചെയ്യേണ്ട 7 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് ചാണക്യൻ്റെ സമ്പന്നനാവാൻ പ്രയോഗിക്കേണ്ട 7 ഉപദേശങ്ങളാണ്. അതായത് ചാണക്യൻ്റെ 7 ഉപദേശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ ഫ്രണ്ട്സിനോ കുടുംബ ഗ്രൂപ്പുകളിലേക്കോ ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇതൊരു ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്ക് മാത്രമല്ല അവർക്കും. അങ്ങനെ ഒരു നന്മ, മനസ്സിൻ്റെ നന്മ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. നയതന്ത്രജ്ഞൻ, സാമ്പത്തിക വിദഗ്ധൻ, രാഷ്ട്രതന്ത്രജ്ഞൻ എന്നീ നിലകളിൽ പ്രശസ്തനായ വ്യക്തിയാണ് ആചാര്യ ചാണക്യൻ. അദ്ദേഹം തൻ്റെ നയങ്ങളിലൂടെ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തെ തന്നെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ അറിവുകൾ ചാണക്യ നീതി എന്ന ഗ്രന്ഥത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. സാമൂഹിക, അതുകൂടാതെ ബിസിനസ്, സാമ്പത്തിക നയങ്ങൾ എങ്ങനെ ശരിയായി ഉപയോഗിക്കണമെന്ന് ഈ പുസ്തകത്തിൽ അദ്ദേഹം ഉപദേശിച്ചിട്ടുണ്ട്. ചാണക്യനീതിയിൽ നിരവധി നയങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു വ്യക്തിയെ സന്തോഷവാനും സമൃദ്ധിയോടെ ജീവിക്കാനും പ്രാപ്തനാക്കുന്നതാണ്. സമതുലിതമായ ജീവിതത്തിന് പണം ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണെന്ന് ചാണക്യൻ പറയുന്നു. ചില കാര്യങ്ങൾ പിന്തുടരുന്നതിലൂടെ ഒരു വ്യക്തിക്ക് പണം ലാഭിക്കാനും അതിൻ്റെ ശരിയായ ഉപയോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നേടാനും കഴിയും. ചാണക്യൻ പറഞ്ഞ അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. അപ്പം മുന്നേ പറഞ്ഞ പോലെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള സന്മനസ്സും കൂടി കാണിക്കുക. അതായത് ആദ്യത്തെ കാര്യം, ബുദ്ധിശൂന്യമായി ചെലവഴിക്കരുത്. സമ്പത്തിൻ്റെ ദേവതയാണ് ലക്ഷ്മി. ലക്ഷ്മി ദേവിയെ ചപലയായി കണക്കാക്കുന്നു. ആചാര്യ ചാണക്യൻ്റെ അഭിപ്രായത്തിൽ പണം വെള്ളം പോലെ ചെലവഴിക്കുകയും മോശം സമയങ്ങളിലേക്ക് ആയി പണം ലാഭിക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ വിഡ്ഢി എന്ന് വിളിക്കുന്നു. അത്തരക്കാർക്ക് ഒരു കാലത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. സദാസമയം ആഡംബരങ്ങൾക്കായി പണം ബുദ്ധിശൂന്യമായി ചെലവഴിക്കുന്നതിലൂടെ പണപ്രശ്നം നേരിടേണ്ടതായിട്ട് വരും. അതേസമയം ബുദ്ധിമുട്ടുള്ള സമയത്തേക്കായി പണം ലാഭിക്കുന്ന വ്യക്തിയെ ജ്ഞാനി എന്നും വിളിക്കുന്നു. അടുത്തത്, മോശം പ്രവൃത്തിയിലൂടെ പണം സമ്പാദിച്ചാൽ അത് ആപത്താണ്. ചാണക്യൻ്റെ അഭിപ്രായത്തിൽ പണം ഒരു വിഭവമായി ഉപയോഗിക്കണം. മോശം പ്രവൃത്തികളിലൂടെ നേടിയ പണം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ലെന്നും ചാണക്യൻ പറയുന്നു. അത്തരം പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നത് നിങ്ങൾ അറിയത്തില്ല. അടുത്തതായിട്ട്, ഈ പ്രത്യേക സ്ഥലത്ത് തന്നെ ജീവിക്കണം. ചാണക്യൻ്റെ നയമനുസരിച്ച് തൊഴിലിനും ഉപജീവനത്തിനും ധാരാളം സാധ്യതകൾ ഉള്ള ഒരു സ്ഥലം വേണം നിങ്ങൾ ജീവിക്കാനായി തിരഞ്ഞെടുക്കാൻ. അങ്ങനെയുള്ള ഒരിടത്ത് താമസിക്കുന്നതിലൂടെ ഒരാൾക്ക് ഒരിക്കലും വെറും കൈയോടെ നിൽക്കേണ്ടി വരില്ല. നിങ്ങളുടെ പ്രയത്നത്തിലൂടെ നിങ്ങൾക്ക് സമ്പന്നനാകാൻ സാധിക്കും. അടുത്തത് പറയുന്നത്, ജീവിതത്തിനൊരു ലക്ഷ്യം വേണം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിജയിക്കുന്നതിനും സമ്പത്ത് നേടുന്നതിനും ലക്ഷ്യങ്ങൾ തീരുമാനിക്കേണ്ടത് ആവശ്യമാണെന്ന് ചാണക്യൻ പറയുന്നു. ജീവിതത്തിൽ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഇല്ലാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും സമ്പത്ത് നേടാൻ കഴിയില്ല. അത്തരക്കാരുടെ വിജയം വളരെ അകലെയായിരിക്കും. പണം സമ്പാദിക്കണമെങ്കിൽ നിങ്ങളുടെ പദ്ധതികളെക്കുറിച്ച് മറ്റാരോട് പറയുകയും ചെയ്യരുത്. അടുത്തത് ചാണക്യൻ പറയുന്നത്, പണം നിക്ഷേപിക്കണം. അതായത് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക് ഈ പണം സ്വരൂപിക്കുന്നത് ആവശ്യമാണെന്നും എന്നാൽ പണം മുഴുവൻ ലാഭിക്കുന്നത് മണ്ടത്തരമാണെന്നും ചാണക്യൻ പറയുന്നു. പണം ലാഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അത് കഴിയുന്നത്ര ശരിയായ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുക എന്നതാണ്. പാത്രത്തിൽ സൂക്ഷിക്കുന്ന വെള്ളം കുറച്ച് കഴിയുമ്പോൾ മോശമായി പോകുന്നത് പോലെ ഉപയോഗിക്കാതെ വയ്ക്കുന്ന പണവും പാഴാകുന്നു എന്നാണ് ചാണക്യൻ പറയുന്നത്. അടുത്തത്, പണം ആവശ്യത്തിന് ചെലവഴിക്കണം. അതായത് ചാണക്യൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും പണത്തിന് ക്ഷാമം ഉണ്ടാകരുത് എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തി പണം സമ്പാദിക്കാൻ വളരെ കഠിനാധ്വാനം ചെയ്യുന്നു. എന്നാൽ അത് തനിക്കായി ചെലവഴിക്കുകയോ നിക്ഷേപിക്കുകയോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യുമ്പോൾ താൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം വെറുതെ പോകുന്നുണ്ടോ എന്നതാണ് ചിന്തിക്കുന്നത്. ആചാര്യ ചാണക്യൻ പറയുന്നത്, പണം ആർക്കും തടയാൻ കഴിയില്ല. നിങ്ങളുടെ സുഖസൗകര്യങ്ങൾക്കായി നിങ്ങൾ പണം ചെലവഴിക്കുന്നില്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും വഴിയിലൂടെ നിങ്ങളുടെ കൈകളിൽ നിന്ന് ചെലവായി പോകും എന്നാണ് പറയുന്നത്. പണം കയ്യിൽ തന്നെ വെക്കരുത്. പണം ഒരിക്കലും തടഞ്ഞു വയ്ക്കാൻ പാടില്ല. അത് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിൽ ചെലവഴിക്കണം. ഒരു കുളത്തിൽ വെള്ളം നിറഞ്ഞു കിടന്നാൽ കുറച്ചു കാലത്തിന് ശേഷം അത് പായലും അഴുക്കും നിറഞ്ഞ് ഉപയോഗശൂന്യമാകും. വെള്ളം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കണം. ഒഴുക്കുള്ള വെള്ളത്തിലെ ശുദ്ധത നിലനിൽക്കുകയുള്ളൂ. കുളത്തിലെ വെള്ളം തുടർച്ചയായി ഒഴുകുമ്പോൾ അതിൽ അഴുക്കൊന്നും തങ്ങി നിൽക്കില്ല. അതുപോലെ തന്നെ പണം ഒരിക്കലും തടഞ്ഞു വെക്കരുത്. കാരണം നിങ്ങൾ പണം സമ്പാദിക്കുന്നത് നിങ്ങൾക്ക് ചെലവഴിക്കാനാണ് എന്ന് ചാണക്യൻ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ചാണക്യൻ പറഞ്ഞ പണത്തെക്കുറിച്ചുള്ള ആ നിയമങ്ങൾ.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മടിക്കേണ്ടതില്ല. അങ്ങനെ ഒരു നന്മ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു.